ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ആ UDF 12ഓളം ഘടകകക്ഷികളുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ആ വേദിയിൽ മുസ്ലിം ലീഗ്, ആ വേദി പോലും മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് വിരോധമൊന്നുമില്ല, കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ആ മുസ്ലിം ലീഗ് പാലൂട്ടി വളർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയും ആ മുസ്ലിം ലീഗിനോട് സഖ്യ ചേർന്ന് നിൽക്കുന്ന SDP-യും ഈ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോ ഞങ്ങൾ നിങ്ങളെ വർഗീയ പാർട്ടി എന്ന് വിളിക്കാതെ കടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. മതമാണ് 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 പ്രശ്നം, അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഷാജി പറയുമ്പോ അതിനെക്കുറിച്ച് വർത്താനം പറയാൻ ഇവിടെ ആരുമില്ല, അതിനെ വർഗീയത എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ സമുദായത്തിന്റെ കാര്യം സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും സമുദായത്തിന്റെ കാര്യങ്ങൾ പറയാൻ നിയോഗിക്കപ്പെട്ട സുകുമാരൻ നായരും തന്റെ സമുദായത്തിന്റെ അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇവിടെ VD സതീശൻ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചറിയണ്ടേ? എന്താ VD സതീശൻ പറഞ്ഞേ? ഈ വർഗീയതക്കെതിരെ മരിച്ചു വീഴാൻ പോലും എനിക്ക് മടിയില്ല, മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന KM ഷാജിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ നിങ്ങൾ തയ്യാറായോ? ഈ നാട്ടിൽ OBC സംവരണത്തിനെതിരെ, ഈ നാട്ടിൽ സംവരണ ആനുകൂല്യങ്ങൾ ഒരു വംശത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുമ്പോ അതിനെതിരെ സമുദായങ്ങൾ സംസാരിക്കുമ്പോ അവിടെ വർഗീയതക്കെതിരെ മരിച്ചു വീഴുന്ന VD സതീശ, താങ്കളുടെ വായിൽ പഴമായിരുന്നോ ഷാജി സംസാരിച്ചപ്പോ? ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയും PFIയും ഒന്നുമില്ല. ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം, ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ട് VD സതീശൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങളൊക്കെ ഓർമ്മയ്ക്കുണ്ടാവും. എന്താ VD സതീശൻ പറഞ്ഞേ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ മതരാഷ്ട്രവാദമൊന്നുമില്ല. ഈ കഴിഞ്ഞ ആഴ്ച, ഈ തൊട്ട് കഴിഞ്ഞ ആഴ്ച ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, മതരാഷ്ട്രം ഉണ്ടായാൽ മാത്രമേ ഇസ്ലാമിന് നീതി കിട്ടൂ, ഞങ്ങൾക്ക് മതരാഷ്ട്രം എന്ന വാദത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. VD സതീശൻ മിണ്ടിയോ? കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കിയോ? എന്തിന്? ഇന്നലെ ബഹുമാനപ്പെട്ട CBCയുടെ പ്രസിഡന്റും തൃശൂർ രൂപതയുടെ പിതാവുമായ ആൻഡ്രൂ സ്ഥാനത്ത് പറഞ്ഞു, സഭയ്ക്കുള്ളിലേക്ക് പോലും പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞു കയറി സഭയ്ക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല. ആ PFIയെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. ഞങ്ങൾ പറയുന്നു, സഭയ്ക്കുള്ളിലേക്ക് മാത്രമല്ല, വിവിധ മതവിഭാഗങ്ങൾക്കുള്ളിലേക്ക് മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലും ഈ PFI ഒളിഞ്ഞിരിക്കുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമി ഒളിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിലേക്കും വലിയ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും PFIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാനല്ല, ആന്റി നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇഷ്ടം. കാരണം നിങ്ങൾ രാജ്യവിരുദ്ധരാണ്. ആ രാജ്യവിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. നിങ്ങൾ തോളോട് തോൾ ചേർന്ന് പിടിച്ചിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, നിങ്ങൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന സംഘടനകൾ ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനം നടത്തുന്ന സംഘടനകളാണ്. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ കാത്തു നിൽക്കുന്ന സംഘടനകളാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ മനുഷ്യൻ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ കേരളം ഉൾപ്പെടെ, ബംഗാൾ ഉൾപ്പെടെ, കാശ്മീർ ഉൾപ്പെടെ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് വിവിധ രാജ്യങ്ങളാക്കി മാറ്റുമായിരുന്നു കോൺഗ്രസ്. ഇനി ഒരു നാൾ കൂടി കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ, അത് പേടിക്കണ്ട. ഭാരതീയ ജനതാ പാർട്ടി ഈ മണ്ണിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യയുടെ മണ്ണിൽ ഇനി കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി
ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു ദിവസം കരുതിയിരിക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്റെയും ഏറ്റവും വലിയ ശ്രദ്ധ, ജാഗ്രത എവിടെയാണ്? ഒരു ദിവസം ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി, രാജ്യത്തെ വെട്ടിമുറിക്കാൻ മടിക്കില്ലവർ. അത്രയും ഗൗരവമുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, റിട്ടയർഡ് കേണലിന്റെ പുസ്തകത്തിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് ചൈന അതിർത്തിയിൽ സംഘർഷമുണ്ടായപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രധാനമന്ത്രി പുറകോട്ട് പോയി. രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ്. ഹേ മനുഷ്യ, ഹേ പൊട്ട, നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടി പറയുന്നു, അതിർത്തിയിൽ നിൽക്കുന്ന സൈന്യത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്തുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകണം. ആ ചിന്ത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകണം. നമ്മുടെ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തിച്ചേരുന്നതാണ്. അവിടെ പുറകിൽ നിൽക്കുന്ന, ഇപ്പോഴും പുറകിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ആ ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഇടതുവശത്തുള്ള കസാരകളിലേക്ക്, അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവായി ശ്രദ്ധിക്കണം, അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇടതുവശത്തുള്ള കസാരകളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, UDF എന്നാൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ആ UDFന്റെ പേര് മാറ്റി MDF എന്നാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അത് മുസ്ലിം ലീഗ് ഡെവലപ്മെന്റ് ഫ്രണ്ട് ആണ്. ആ മുസ്ലിം ലീഗ് ഡെവലപ്മെന്റ് ഫ്രണ്ട് ആണെങ്കിലും ഞങ്ങൾ സഹിച്ചേനെ. പക്ഷേ അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും PFIയുടെയും ഫ്രണ്ടാണ്. ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകരോട് ഒന്നേ പറയാനുള്ളൂ, വന്നു നമ്മുടെ അതിലെ അധ്യക്ഷൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ആരാധ്യനായിട്ടുള്ള നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം കേന്ദ്രമന്ത്രി ശ്രീമാൻ आज केरल के अपने सभी कार्यकर्ताओं के साथ उपस्थित होने के लिए अपने आप को सौभाग्यशाली मानता हूं। केरल तिले एंटे सह प्रवृत्त करे। हमारे प्रदेश के अध्यक्ष राजीव चंद्रशेखर जी, भारतीय जनता पार्टी के नेशनल जनरल सेक्रेटरी और यहाँ के इलेक्शन इंचार्ज विनोद तावरे जी, सह केंद्रीय मंत्री सुश्री शोभा जी, हमारे स्टेट के वाइस प्रेसिडेंट डॉक्टर KS राधाकृष्णन जी, अपने यहाँ के वरिष्ठ नेता AN राधाकृष्णन जी, K. सोमेन जी,
हमारे बीच में उपस्थित आदरणीय प्रकाश जावड़ेकर जी और यहाँ पर उपस्थित पार्टी के सभी वरिष्ठ पदाधिकारीगण, सभी पार्टी के जिला अध्यक्षगण, हमारे केंद्रीय मंत्री जॉर्ज कुरियन साहब, वे मुरलीधरन जी और हम सब कोई जो यहाँ पर उपस्थित हुए हैं, हमारे चारों जिला के अध्यक्ष के साथ साथ उन सभी जिला के पदाधिकारी, मंडल के अध्यक्ष और हमारे सभी बूथ अध्यक्ष और ऐसे देव दुर्लभ कार्यकर्ता जिन पर हम सभी को गर्व है, केरल के उन कार्यकर्ताओं पर जो आज संघर्ष कर कर केरल में कमल खिलाने का प्रयास कर रहे हैं। मैं आप सभी को, अपने कार्यकर्ताओं को अभिनंदन करता हूं, सबको प्रणाम करता हूं, आप सबको इस कार्यक्रम में उपस्थित होने के लिए धन्यवाद करता हूं। मित्रों, केरल एक ऐसा प्रांत है जहां पर हम लगातार एक विपरीत परिस्थिति में काम कर रहे हैं और हम कह सकते हैं भगवान परशुराम की इस दिव्य उपस्थित वाली नगरी को हमारे आदि शंकराचार्य श्री नारायण गुरु जी के आध्यात्मिक प्रकाश के अवलोकन से केरल की इस भूमि को सर्वप्रथम मैं नमन करता हूं, आप सबका अभिवादन करता हूं। കേരളത്തില് താമര വിരിയിക്കാൻ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യകർത്താക്കന്മാർക്കും സഹപ്രവർത്തകർക്കും സാദര നമസ്കാരം. കേരളം എന്നുള്ളത് വിപരീതമായ പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ നാടാണ്. പരശുരാമ ഭൂമിയായ ശങ്കരാചാര്യരുടെ നാടായ നാരായണ ഗുരുദേവന്റെ നാടായ കേരളത്തിന്റെ ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. महात्मा अय्या काली एवं चटम्पी स्वामी कल जैसे पूज्य महापुरुषों को भी मैं प्रणाम करता हूं। മഹാത്മാ അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ എന്നിവരെയും ഞാൻ സാദരം നമസ്കരിക്കുന്നു. अपने नेता आदरणीय पंडित दीनदयाल उपाध्याय जी की वो शब्द कि एक राष्ट्र का जन्म तब होता है जब लोग एक लक्ष्य, एक आदर्श, एक उद्देश्य के साथ जीवन व्यतीत करते हैं और उस भूमि के प्रति, अपनी मातृत्व भूमि के प्रति अपने सपने को लेकर आगे बढ़ते हैं। आदर्श के बिना कोई जीवन दिशा में नहीं बढ़ सकता है, मातृभूमि के बिना कोई अस्तित्व नहीं होता और इन दोनों के बिना कोई राष्ट्र नहीं बन सकता है। तो ऐसे कल्पना के साथ हम आगे बढ़ रहे हैं। നമ്മുടെ ആരാധ്യനായ നേതാവ് ദീനദയാൽ ഉപാധ്യായജി പറഞ്ഞിട്ടുള്ളതുപോലെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മാതൃഭൂമി എന്ന സങ്കല്പമില്ലാത്ത ആദർശത്തെ, മാതൃഭൂമി എന്ന സങ്കല്പമില്ലാത്ത ജീവിതം, അത് രണ്ടും വിഫലമാണ്. അല്ലെങ്കിൽ മാതൃഭൂമി എന്ന സങ്കല്പത്തിൽ കൂടിയുള്ള ആദർശത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് പണ്ഡിറ്റ് ദീനദയാൽജിയുടെ ആഹ്വാനം. हम राष्ट्र प्रथम के विचारधारा से काम करने वाले लोग हैं। हम हमेशा कहते हैं राष्ट्र प्रथम, पार्टी नेक्स्ट, सेल्फ लास्ट, और इस विचारधारा से काम करते करते हमने अपने सैकड़ों कार्यकर्ताओं को बलिदान दिया है। संघ और भाजपा के उन 250 से अधिक उन अमर बलिदानियों को भी मैं आज विशेष रूप से नमन करता हूं। രാഷ്ട്രമാദ്യം വ്യക്തി പിന്നീട്, രാഷ്ട്രമാദ്യം പാർട്ടി പിന്നീട് വ്യക്തി അവസാനം എന്ന ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്. ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ധീരബലിദാനികളായ നൂറുകണക്കിന് പ്രവർത്തകരെയും സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ധീരബലിദാനികളെയും ഞാൻ സാദരം നമസ്കരിക്കുന്നു. अपने बलिदानियों के शौर्य के कारण ही, इनके पुरुषार्थ के कारण ही आज भाजपा का विस्तार हो रहा है। आज भाजपा का एक सांसद, एक मेयर, 2 नगरपालिका अध्यक्ष, 30 से अधिक पंचायत अध्यक्ष और करीब 2000 से अधिक निर्वाचित जनप्रतिनिधि बने हैं। इसका श्रेय आप सभी कार्यकर्ताओं को जाता है, आप सभी के मेहनत को जाता है। നമ്മുടെ ഈ ബലിദാനികളുടെ ധീര ബലിദാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോർപ്പറേഷനും 2 മുനിസിപ്പാലിറ്റികളും നിരവധി ഗ്രാമപഞ്ചായത്തുകളും അടക്കം ആയിരക്കണക്കിന് ജനപ്രതിനിധികളെ നമുക്ക് ഇവിടെ സൃഷ്ടിക്കാനായി സാധിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ധീര ബലിദാനികളെ നാം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. प्राकृतिक सौंदर्य से संपन्न यह भूमि आयुर्वेद, खेल, विज्ञान सभी विधाओं में यह भूमि आगे है, पर उसके बावजूद भी
यहाँ की अपार संभावनाएं को यहाँ के दो दलों ने बारी बारी से सत्ता लेकर केवल उसका शोषण किया है, केरल के विकास के दौर में उसको पीछे रखने का काम किया है। കേരളം എന്നുള്ളത് പ്രകൃതിസുന്ദരമായ നാടാണ്. നമ്മുടെ മഹത്തായ ആയുർവേദം, ശാസ്ത്രം തുടങ്ങി നിരവധി കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ഭൂമിയാണ്. പക്ഷേ രണ്ട് മുന്നണികളും മാറി മാറി ഈ ഭൂമിയെ, കേരളത്തെ ഭരിച്ച് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. वर्षों से जो यहाँ के विकास की राजनीति को आगे बढ़ाया जा सकता था, केरल को उत्तम राज्य बनाने का दिशा में आगे बढ़ाया जा सकता था, पर इन दोनों दलों ने, चाहे वो यूडीएफ हो एलडीएफ ने, सत्ता की बारी बारी से नूरा कुश्ती कर कर यहाँ के विकास को रोकने का काम किया। यहाँ का युवा जो आगे बढ़कर इस राज्य के विकास में अग्रणी योगदान दे सकता था, उसको रोकने का काम किया गया। और मैं कह सकता हूं कि आज केरल उस मोड़ पे खड़ा है जहां पूरी तरह से बदलाव की इस आंधी को युवा नेतृत्व देने वाला है। വർഷങ്ങളായി കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് രണ്ട് മുന്നണികളും ചെയ്തിട്ടുള്ളത്. കേരളത്തിന് വികസിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ഇടതുമുന്നണിയും വലതുമുന്നണിയും മാറി മാറി ഭരിച്ച് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ യുവാക്കൾ വിചാരിച്ചാൽ കേരളത്തിന്റെ വികസനം സാധ്യമാക്കാമായിരുന്നു. പക്ഷേ അവരുടെ പ്രയത്നത്തെ പോലും കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. हमने देखा है इन दोनों की मिली भगत के माध्यम से यहाँ अराजकतावादी सरकार रही, भ्रष्टाचार में डूबी हुई सरकार रही और तुष्टीकरण की राजनीति की पराकाष्ठा को हम लोगों ने देखा है। अगर हम सब इन लोगों की इस कारगुजारी को जनता के बीच में ले जाएंगे तो निश्चित रूप से जनता इस परिवर्तन के साथ खड़ी हो जाएगी। നാം കണ്ടു രണ്ട് മുന്നണികളും അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണമാണ് കേരളത്തിൽ മാറി മാറി നടത്തിയിട്ടുള്ളത്. പ്രീണനമായിരുന്നു രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയം. ഞാൻ പറയുന്നു, അഴിമതിയെയും പ്രീണനത്തെയും, രണ്ട് മുന്നണികളുടെയും അഴിമതിയും പ്രീണനവും തുറന്നു കാണിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നാൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന ആദർശത്തെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. हम लोगों ने देखा कि किस प्रकार से यूडीएफ और एलडीएफ सनातन विरोधी पूरी तरह से बनने की होड़ लगी है। एक तरफ यूडीएफ जमाते इस्लामी और मुस्लिम लीग जैसे पार्टियों से खुलेआम समझौता करती है, खुलेआम काम करती है, वहीं हमें रामायण पढ़ने से भी रोकने का काम करती है। मंदिरों के सामने फांसी लगा दिया जाता है। ये कहीं ना कहीं कुकृत्य कोई और नहीं, यहाँ की बैठी हुई सरकार करती है। एलडीएफ जो भ्रष्टाचार के साथ साथ हमारे आस्था के केंद्र भगवान अयप्पा को भी नहीं छोड़ा है। और मैं तो ये कहूँगा कि यूडीएफ के साथियों और एलडीएफ के साथियों ने इस देश में जो सनातन परंपराओं को लगातार चोट पहुंचाने का काम किया है, उनकी भावनाओं को चोट पहुंचाने का काम किया है, इसके कई उदाहरण हैं। बगल का राज्य तमिलनाडु देखिए, जहां दीपम पूजा करने के लिए रोकने का काम कोई और नहीं, वहां की सरकार, कांग्रेस में बैठी हुई सरकार, इंडिया अलायंस की सरकार ने किया। കേരളത്തില് ഇടതുപക്ഷവും വലതുപക്ഷവും സനാതന ധർമ്മത്തിന്റെ വിരോധികളായി മാറിയിരിക്കുന്നുണ്ട്. യുഡിഎഫ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായി തുറന്ന സഹകരണത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ രാമായണം വായിക്കുന്നതിന് പോലും തടസ്സം നിൽക്കുന്ന നിലപാടുകൾ പലപ്പോഴും യുഡിഎഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ക്ഷേത്രങ്ങളോടും അവര് ശത്രുതാപരമായ മനോഭാവമാണ് വലതുമുന്നണി സ്വീകരിക്കുന്നത്. അതേസമയം ഇടതുമുന്നണിയാകട്ടെ അഴിമതി ഭരണത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. അവർ നമ്മളുടെ അയ്യപ്പനെ പോലും വെറുതെ വിടാൻ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ട് മുന്നണികളും സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ രാഷ്ട്രത്തിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് തന്നെ അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ്. ആ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. हमें ये भूलना नहीं चाहिए, ये वही कांग्रेस है जिन्होंने राम सेतु और राम के होने पर सवाल उठाया था और सुप्रीम कोर्ट में हल्फनामा भी दायर किया था। ये वही लोग हैं जो अयोध्या में श्री राम के मंदिर में ताला लगाने का काम किया था। आज वो यहाँ पर सबरीमाला के माध्यम से राजनीति रोटी सेकना चाहते हैं, तो केरल के प्रांत के लोग उनके इस झांसे में नहीं आने वाले हैं। നാം ഇവരുടെ ചെയ്തികൾ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ, ഭാരതത്തിലെ ജനങ്ങൾ മറക്കാൻ പാടില്ല.
കോൺഗ്രസ് ആണ് രാമസേതുവിന്റെ അസ്തിത്വത്തെ പറ്റി, രാമക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ പറ്റി സുപ്രീം കോടതിയിൽ വരെ പോയി കേസുകൾ നടത്തിയത്. അവരാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പൂട്ടിട്ടത്, താഴിട്ടത്. ഇവിടെ കേരളത്തിൽ ശബരിമലയെ തകർത്തുകൊണ്ട് അധികാരം നിലനിർത്താൻ പറ്റുമോ എന്ന തലതിരിഞ്ഞ പിന്തിരിപ്പൻ രാഷ്ട്രീയമാണ് രണ്ട് മുന്നണികളും കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. हम सबरीमाला के दोषियों को सजा दिला के रहेंगे। यहाँ की सरकार ने जिस प्रकार से नूरा कुश्ती किया और बेल के माध्यम से अपराधी को रिहा करने का काम किया है, मैं मानता हूं कि एलडीएफ और यूएलडीएफ की सरकार के मिली भगत से ये काम हुआ है और इसके खिलाफ भाजपा का कार्यकर्ता सड़क पर उतर कर आंदोलन भी करेगा और उस बड़े घटना के अंजाम देने वाले अपराधियों को सजा दिलाने का काम भाजपा के कार्यकर्ता करेगा। ശബരിമല ക്ഷേത്രത്തിലെ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചതിൽ അതിന് ഉത്തരവാദികളായ രണ്ട് മുന്നണികളെയും കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടില്ല. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരം, പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഐക്യമാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നത്. ആ കുറ്റക്കാരെ കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടില്ല. അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വൻ സമര പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തെത്തും. हम लाखों सनातनी परंपराओं के लोगों की भावना को ठेस पहुंचाने वाले लोगों को किसी भी हाल में माफ नहीं करेंगे। उसके लिए जो भी कुर्बानी देनी होगी हम देंगे, लेकिन ये लड़ाई हम ताकत से और मजबूती से लड़ेंगे। ഈ സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ചവരെ വെറുതെ വിടാൻ ലക്ഷക്കണക്കിന് സനാതനധർമ്മ വിശ്വാസികൾ തയ്യാറല്ല, അവരോട് ക്ഷമിക്കാൻ തയ്യാറല്ല. അതിനുവേണ്ടി ജീവത്യാഗം അടക്കം ചെയ്യേണ്ടി വന്നാലും അതിന് നാം തയ്യാറാകണം. एक तरफ माननीय प्रधानमंत्री जी भव्य श्री राम मंदिर के निर्माण का रास्ता प्रशस्त करते हैं, उज्जैन के महाकाल को भव्य स्वरूप प्रदान करते हैं, सोमनाथ सहित अन्य कई हमारे धार्मिक स्थलों को पुनर्जीवित करने का काम करते हैं, और एक और यहाँ पर जो सरकार बैठी है वो अपमानित करने का प्रयास करती है। इसके खिलाफ भाजपा पूरी तरह से तैयार है और हम जनता के साथ इस मुद्दे पे खड़े रहेंगे। നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി എങ്ങനെയാണ് സനാതനധർമ്മത്തോട് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. ഭവ്യമായ രാമമന്ദിർ അയോധ്യയിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ മേൽനോട്ട നടപടികളും നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഉജ്ജയിലെ മഹാകാൽ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രമടക്കി നിരവധി സനാതനധർമ്മത്തിന്റെ പ്രതീകങ്ങളായ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയും മുൻകൈ എടുത്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളെ അപമാനിക്കുകയാണ്, തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. हमें भूलना नहीं चाहिए, केरल की यही भूमि है जिसको पीएफआई का मुख्य केंद्र बनाया गया। करीब 50,000 से अधिक लोगों को सदस्य बनाया गया। देश भर में 140 से अधिक कार्यालय खोले गए और देश में आतंकवादी घटना करने के लिए उनको शिक्षित और प्रशिक्षित करने का काम किया गया। उसको भी रोकने का काम किसी ने किया तो अपने प्रधानमंत्री श्री नरेंद्र मोदी जी ने किया। 28 सितंबर 2022 को मोदी सरकार ने उस पर बैन लगाकर पूरी तरह से अपराधियों को संरक्षण देने वाले इस संगठन को बंद करने का काम किया है। അതേസമയം കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ കേന്ദ്രമാക്കിയിരിക്കുന്നത്. കേരളം ആസ്ഥാനമാക്കിയാണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചു വരുന്നത്. 50,000-ലധികം പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ മാത്രമായി ഉള്ളത്. ആയിരക്കണക്കിന് ഓഫീസുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. 2022 ഡിസംബർ മാസം 18-ാം തീയതി നാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഇവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന് തടയിടാനുള്ള ശ്രമമാണ് നടത്തിയത്. महिलाओं के प्रति अपराध, जिस राज्य में महिलाएं सेविका बनकर, महिलाएं अलग अलग सेवाओं में अपनी सर्विसेज देकर शिक्षा के क्षेत्र से अपना अध्ययन कर आगे बढ़ रही थी, उस राज्य में महिलाओं का उत्पीड़न, महिलाओं के प्रति अपराध सबसे अधिक आंकड़ों में नजर आता है। तो कहीं ना कहीं दिखता है कि यहाँ की सरकार मौन बैठी है और महिलाओं का अपमान और शोषण होने को छोड़ रखी है। हम इसके खिलाफ भी आवाज को बुलंद करेंगे। സ്ത്രീയുടെ ശാക്തീകരണവും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ഏറെ മുൻപ് നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതേ കേരളത്തിലാണ് ഇന്ന് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നത്. ഇവിടെയുള്ള കേരളത്തിലെ സർക്കാർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിന് യാതൊന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുന്ന ഒരു സർക്കാരാണ്. ഇതിനെതിരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ രംഗത്തെത്തേണ്ടതുണ്ട്. आज केरल का युवा
पलायन के लिए अगर मजबूर हो रहा है, प्रत्येक वर्ष 3 से 4 लाख युवा रोजगार के लिए, अन्य चीज़ों के लिए बाहर जा रहे हैं। एक समय केरल शिक्षा का केंद्र बनता था, कई संस्थानें यहाँ पर शिक्षा का केंद्र बन देती थी। आज उसी केरल से युवाओं को अगर बाहर जाना पड़ रहा है तो इसका दोषी कोई और नहीं, यहाँ पे जो बैठी हुई सरकार है, जिसको आप इंडिया अलायंस कह सकते हैं, सत्ता और विपक्ष में दोनों में अगर कोई बैठा है तो ये वही लोग हैं जो सत्ता और विपक्ष की खाली नूरा कुश्ती करते हैं और कहीं ना कहीं यहाँ के लोगों को न्याय देने के बजाय भ्रष्टाचार और अराजकतावादी सरकार देते हैं। നമുക്കറിയാം, നമ്മുടെ നാട്ടില് യുവാക്കൾ ഇന്ന് നാട് വിടുകയാണ്. തൊഴിൽ തേടി കേരളത്തിൽ നിന്ന് പ്രതിവർഷം 3 മുതൽ 4 ലക്ഷം മലയാളി യുവാക്കളാണ് നാട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കേരളം എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന, വിദ്യാസമ്പന്നരുടെ നാടായി അറിയപ്പെട്ടിരുന്ന ഒരു നാടാണ്. എന്നാൽ ഇന്ന് കേരളത്തിലെ യുവാക്കൾ വിദ്യ തേടി, തൊഴിൽ തേടി കേരളം വിട്ടുപോകേണ്ട സാഹചര്യമാണ്. ഇതിന് ഉത്തരവാദികൾ 2 മുന്നണികളുമാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നവർ മാറി മാറി കേരളത്തെ ഭരിച്ചവരാണ് കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി, വിദ്യ തേടി നാട് വിട്ടുപോകുന്നതിന് ഉത്തരവാദികൾ. हम नए विचार के साथ, नए जोश के साथ, नए नेतृत्व के साथ, पूरी तरह से एक नई राजनीतिक संस्कृति के साथ केरल के विकास के आगे ले जाने के लिए प्रतिबद्ध हैं। आइए इस परिवर्तन की इस लड़ाई में केरल की जनता से आग्रह करेंगे कि हम विकसित केरल, हम विकसित भारत के संकल्प के साथ आगे बढ़ना चाहते हैं। इसमें आपका सहयोग हमें चाहिए। ഭാരതീയ ജനതാ പാർട്ടി പുതിയ തീരുമാനവുമായി, പുതിയ ആവേശവുമായി, പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ കേരളത്തിലെ ജനങ്ങളെ വികസിത കേരളമാക്കി മാറ്റുന്നതിന് പ്രതിജ്ഞാബദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വികസിത ഭാരതം എന്ന സങ്കല്പത്തിനൊപ്പം വികസിത കേരളവും സാധ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിചേരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. आज जहां एक और प्रधानमंत्री जी देश को आगे ले जाने के लिए अभी यूरोपियन यूनियन के साथ मदर ऑफ ऑल डील्स साइन किया, जिससे भारत के ट्रेड व्यापार को, भारत के किसानों को, भारत के नागरिकों को एक बड़ा लाभ होने जा रहा है। दूसरी ओर अमेरिका के साथ भी ऐतिहासिक व्यापार समझौता होने से भारत के व्यापारियों को, भारत के किसानों को, और हम कह सकते हैं कि अपने इस कोस्टल एरिया के उन मछली पालकों को भी बहुत बड़ा लाभ होने जा रहा है। ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം അതിവേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്താണ് എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ ഒരു കരാർ യൂറോപ്യൻ യൂണിയനുമായി ഭാരതം ഒപ്പുവെച്ചത്. ആ കരാറ് മൂലം നമ്മുടെ ഭാരതത്തിലെ കർഷകർ, സാധാരണ ജനങ്ങൾ, തൊഴിലാളികൾ എന്നിവർക്കെല്ലാം ഏറെ പ്രയോജനം കിട്ടുന്ന ഒരു കരാറാണ് യൂറോപ്യൻ യൂണിയനുമായി ഭാരതം ഒപ്പുവെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് അമേരിക്കയുമായും നാം കരാർ ഒപ്പുവെച്ചു. കേരളത്തിൽ രാജ്യത്തെ വ്യാപാരികൾക്കും കർഷകർക്കും മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ അടക്കം ഉള്ളവർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. आज जहां भारत सेमीकंडक्टर से लेकर आर्टिफिशियल इंटेलिजेंस से लेकर हर क्षेत्र में आगे बढ़ रहा है, उसमें केरल के अपने उन होनहार छात्रों का भी बहुत बड़ा योगदान है, जिन्होंने रिसर्च के क्षेत्र में, साइंस एंड टेक्नोलॉजी के क्षेत्र में अपना अहम योगदान दिया है। मैं केरल के युवाओं को बहुत बहुत आभार व्यक्त करता हूं कि आज भारत के इसरो से लेकर विदेश की बड़ी बड़ी सॉफ्टवेयर टेक्नोलॉजी में केरल के युवाओं का बहुत बड़ा योगदान है। ഭാരതം ഇന്ന് സെമി കണ്ടക്ടർ വ്യവസായം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ന് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കേരളത്തിലെ യുവാക്കൾക്കും കേരളത്തിനും ഏറെ സംഭാവനകൾ നൽകാൻ സാധിക്കും. ഗവേഷണത്തിലായാലും ശാസ്ത്ര പദ്ധതികളുടെ കാര്യത്തിലായാലും കേരളത്തിലെ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് കേരളത്തിലെ യുവാക്കളോട് നന്ദിയുണ്ട്. കാരണം ലോകത്തെ എല്ലായിടത്തും, വിദേശ രാജ്യങ്ങളിലടക്കം ഈ മേഖലകളിലൊക്കെ കേരളത്തിലെ യുവാക്കളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. आज केरल के किसानों को पीएम किसान सम्मान निधि के माध्यम से 29 लाख किसानों को 13,000 करोड़ की राशि देना, मातृवंदन योजना के तहत 10 लाख माताओं को 444 करोड़ की सहायता देना, चाहे मछुआरा भाइयों को 1400 करोड़ की सहायता प्रदान करना, ये नरेंद्र मोदी सरकार की पूरी तरह से संकल्प को दिखाता है कि किस प्रकार हम केरल की जनता के साथ अपने आप को जोड़कर देखते हैं। Sir, could you please tell in English that figures? That 13,000 crore and 444 crore in Matri Vandan Yojana, 13,000 crore in PM Kisan Samman Yojana.
കേരളത്തിലെ കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മൂലം 13,000 കോടി രൂപയുടെ സഹായമാണ് കിട്ടിയിട്ടുള്ളത്. മാതൃവന്ദന യോജന പ്രകാരം 10 ലക്ഷം സ്ത്രീകൾക്ക് 4.44 കോടി രൂപയുടെ സേവനവും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കേന്ദ്ര പദ്ധതിയുടെ കോടിക്കണക്കിന് രൂപയുടെ സഹായം ഇന്ന് കേരളത്തിൽ കിട്ടുന്നുണ്ട്. आज भाजपा की सरकार, नरेंद्र मोदी की सरकार ने चाहे वो वंदे भारत हो या अमृत भारत ट्रेन इस राज्य की सेवा के लिए दिया है, तो कहीं ना कहीं अपने संकल्प को दोहराया है। हम रेयर अर्थ कॉरिडोर इकोलॉजिकल टूरिज्म में केरल को प्रमुख स्थान मानते हैं, क्योंकि हम समझते हैं कि केरल की जनता के विकास में टूरिज्म एक बहुत बड़ा सेगमेंट है। ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കുന്ന കാര്യത്തിലായാലും അമൃത ഭാരത് എക്സ്പ്രസ് അനുവദിക്കുന്ന കാര്യത്തിലായാലും റെയിൽ കോറിഡോറിന്റെ കാര്യത്തിലായാലും നമ്മുടെ പാരിസ്ഥിതിക വിനോദസഞ്ചാര മേഖലയുടെ കാര്യത്തിലായാലും കേരളത്തിന് നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ വിനോദസഞ്ചാരം വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ആ മേഖലയുടെ വികസനത്തിനും കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ കേരളത്തിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. हम केरल के विकास के प्रति अपने संकल्प को इसलिए दोहरा रहे हैं कि अगर हम केरल के विकास का घोषणा करते हैं, संकल्प लेते हैं, तो कहीं ना कहीं हमने केरल के विकास में अपना योगदान भी दिया है। राज्यसभा के सत्र में जिस प्रकार से हमारे सांसद सदानंद मास्टर जी ने अपनी बात रखी, पूरा देश स्तंभ रह गया। पूरे देश के लोगों में लगा कि किस प्रकार से भाजपा का एक कार्यकर्ता कितने लंबे समय से संघर्ष करते हुए आज देश के उच्च सदन पे पहुंचा है और केरल की आवाज बनकर पहुंचा है। നമുക്ക് ഈ കഴിഞ്ഞ രാജ്യസഭാ സമ്മേളനത്തിൽ നമ്മുടെ സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയ സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം രാജ്യം മുഴുവൻ അത്ഭുതത്തോടെയും അതിശയത്തോടെയുമാണ് കേട്ടത്. എങ്ങനെയാണ് കേരളത്തിലെ കാര്യകർത്താക്കന്മാർ ഇത്രയും ദീർഘമായ കാലയളവിൽ ഈ വിപരീതമായ പരിസ്ഥിതിയോട് എങ്ങനെയാണ് പോരടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നമ്മളുടെ ആദർശം മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഇന്ന് രാഷ്ട്രം മുഴുവൻ അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കിക്കാണും. मैं उस राहुल गांधी जी से पूछता हूं जो संविधान की किताब लेकर घूमते हैं कि संविधान के किस पन्ने में लिखा है कि हमारे सदानंद मास्टर जी के अंग को काट दिया जाता है क्योंकि वो आपके विचार के साथ काम नहीं करता है। संविधान के किस पन्ने में यह लिखा है कि आप कार्यकर्ताओं को, जो अपोजिट पार्टी के कार्यकर्ता होते हैं, उनको आप मृत्यु दे देते हैं? इस किस संविधान में लिखा है? और राहुल गांधी जी, आपने केवल केरल के लोगों का शोषण किया है, इसलिए केरल की जनता आने वाले समय में आपको इसका जवाब देगी। ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, താങ്കൾ എല്ലായ്പ്പോഴും ഭരണഘടന ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണല്ലോ. ഭരണഘടനയുടെ ഏതു വകുപ്പിലാണ് വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലുള്ളവരുടെ കാല് വെട്ടിക്കളയാൻ, സദാനന്ദൻ മാസ്റ്ററെ പോലെയുള്ളവരുടെ കാലുകൾ മുറിച്ചു മാറ്റാൻ, വെട്ടിമാറ്റാൻ ഏത് വകുപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്? ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് വ്യത്യസ്ത ആശയഗതിയിലുള്ളവരുടെ കൊലപാതകം നടത്താൻ പറഞ്ഞിട്ടുള്ളത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. ഇതിന് കേരളത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്നുള്ള മറുപടിയാണ് ആഗ്രഹിക്കുന്നത്. मैं आज अपने उन तमाम कार्यकर्ताओं को नमन कर रहा हूं और साथ ही आप यहां पर उपस्थित कार्यकर्ताओं का अभिनंदन करता हूं, जिन्होंने अत्याचार के खिलाफ डर और हिंसा के बावजूद केरल में हमारे कार्यकर्ताओं ने कभी घुटना नहीं टेका। हमारे विचार के ध्वज को लेकर वो लगातार आगे बढ़ते रहे और अन्याय के खिलाफ लड़ते रहे, कभी घुटने नहीं टेका। हम अपने केरल के उन साहसी कार्यकर्ताओं को बहुत बहुत अभिनंदन करते हैं। ഞാൻ നമ്മുടെ ആദർശത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ കാര്യകർത്താക്കന്മാരെ നമസ്കരിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഇവിടെ വന്നിട്ടുള്ള പോരാളികളായ ഇവിടെ വന്നിട്ടുള്ള കാര്യകർത്താക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെയും അതിക്രമത്തിനെതിരെയും തളരാതെ പോരാടിക്കൊണ്ട് നമ്മളുടെ ആദർശത്തെ മുൻപോട്ടേക്ക് നയിക്കുന്നതിൽ നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ആവേശം, നിങ്ങളുടെ ആദർശത്തെ ഞാൻ ഏറെ ആദരവോടുകൂടി അഭിനന്ദിക്കുന്നു. केरल के कार्यकर्ताओं का संघर्ष मुझे उस बात का याद दिलाता है और मुझे वो बात जो मैं लगातार राजनीति में कहता हूं कि राजनीति 100 मीटर रेस नहीं, राजनीति लॉन्ग मैराथन है। हमारे यहाँ के कार्यकर्ताओं ने इसको सिद्ध करके दिखाया है कि वो निरंतर भाव से लगे हुए हैं इस परिवर्तन की लड़ाई को लड़ने के लिए। इसलिए मैं कहता हूं कि अगर संघर्ष देखना है, हमारे विचारधारा के
ध्वज को लेकर आगे बढ़ते हुआ सेवक देखना है तो आइए केरल के उन जाबाज कार्यकर्ताओं को देखिए जिन्होंने विषम परिस्थिति के बावजूद भी भाजपा का ध्वज और भगवा ध्वज को झुकने नहीं दिया है। കേരളത്തിലെ നമ്മളുടെ കാര്യകർത്താക്കന്മാരുടെ പോരാട്ട വീര്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രാഷ്ട്രീയം എന്നുള്ളത് 100 മീറ്റർ ഓട്ടമല്ല, അതൊരു ദീർഘമായ മാരത്തോണാണ് എന്ന സുപ്രസിദ്ധമായ പ്രസ്താവനയാണ്. കേരളത്തിലെ പ്രവർത്തകർ, ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ഈ പോരാട്ടം തുടരണം. മറ്റ് സ്ഥലങ്ങളിലെ പ്രവർത്തകരോട് എപ്പോഴും ഞങ്ങൾ പറയാറുള്ളത്, നിങ്ങൾ കേരളത്തിലെ പ്രവർത്തകരെ നോക്കൂ, അവരുടെ പോരാട്ട വീര്യത്തെ നോക്കൂ. അവർ വളരെ ദീർഘകാലമായി തളരാതെ ഈ ആദർശത്തെ മുൻപോട്ടേക്ക് നയിക്കാനുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. और इसका परिणाम भी हमें दिख रहा है। 2014 के चुनाव में हमें 11% वोट मिला, 2019 के चुनाव में हमें 16% वोट मिला और 2024 में हमें 20% वोट मिला। ये स्पष्ट रूप से दिखाता है कि भाजपा का जनाधार बढ़ रहा है और आने वाला चुनाव निश्चित रूप से निर्णायक चुनाव होगा इस राज्य के राजनीति के दृष्टि से। നമുക്കതിന്റെ മാറ്റം കേരളത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിന്റെ ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് 10% നിന്നും 16% നിന്നും ഇന്ന് 20% എത്തിയിരിക്കുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കേരളത്തിൽ മാറ്റം കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. हम लोगों ने राजधानी तिरुवनंतपुरम में अपना मेयर बनाकर 45 वर्षों के वामपंथी वर्चस्व को खत्म किया है और इसका श्रेय सीधे के सीधे हमारे उन कार्यकर्ताओं को जाता है। നാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരം പിടിച്ച മേയറെ സൃഷ്ടിക്കാൻ നാം സാധിച്ചിട്ടുണ്ട്. സുദീർഘമായ 45 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പ്രവർത്തകർ കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. हम लोगों ने भारतीय जनता पार्टी का सफर 2 सांसदों से शुरू किया था और आज देश में सबसे अधिक सांसद, देश में सबसे अधिक विधायक, देश में सबसे अधिक कार्यकर्ता अगर किसी पार्टी का है तो वो भारतीय जनता पार्टी का है। इसलिए केरल की ये शुरुआत स्पष्ट रूप से संकेत देती है कि आने वाले समय में केरल में केवल भाजपा होगी और भाजपा का नेतृत्व होगा, एनडीए का गठबंधन होगा। നാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്ര തുടങ്ങിയത് 2 എംപിമാരിൽ നിന്നാണ്. നാം അങ്ങനെ 2 എംപിമാരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് ഏറ്റവും കൂടുതൽ MLA-മാർ, ഏറ്റവും കൂടുതൽ എംപിമാർ, ഏറ്റവും കൂടുതൽ പ്രവർത്തകർ എന്ന തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ ഈ മുന്നേറ്റം കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് കേരളവും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് തന്നെ എത്തും. കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാകുന്ന, ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ മാത്രം ഭരണമുണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകുക തന്നെ ചെയ്യും. हम लोगों ने 30 वर्षों में त्रिपुरा में भी वामपंथियों की सरकार को समाप्त किया। हम पूरे नॉर्थ ईस्ट में भाजपा और एनडीए का परचम लहरा चुके हैं। बंगाल में भी हमारे कार्यकर्ता पूरी ताकत और शिद्दत से संघर्ष कर रहे हैं और बलिदान देकर भी भाजपा के कमल को खिलाने में लगे हैं। तो मुझे पूरी उम्मीद है कि केरल के कार्यकर्ताओं का भी संघर्ष व्यर्थ नहीं जाएगा। आने वाले चुनाव में केरल के कार्यकर्ताओं के परिश्रम और पुरुषार्थ के बल पर केरल में भी कमल खिलेगा और एनडीए गठबंधन की सरकार बनेगी। നാം 30 വർഷമായി ത്രിപുരയിൽ ഉണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ബംഗാളിൽ നാം അതിശക്തമായ പ്രതിരോധത്തിലാണ്, അതിശക്തമായ പോരാട്ടത്തിലാണ് അവിടെ താമര വിരിയിക്കാൻ. എനിക്ക് വിശ്വാസമുണ്ട് കേരളത്തിലെ ഈ നിങ്ങൾ പ്രവർത്തകരുടെ ഒരു പ്രയത്നവും ഒരു പോരാട്ടവും പാഴായി പോകില്ല. കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും. കേരളത്തിലും എൻഡിഎയുടെ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും. आइए मेरे मित्रों, हम संकल्प करें कि हम माननीय प्रधानमंत्री जी की सरकार की योजनाओं को, उनकी उपलब्धियों को और साथ ही साथ अपने विचारों को लेकर एक एक बूथ पर जाएंगे, एक एक मोहल्ले में जाएंगे, एक एक गांव और टोले में जाएंगे और भाजपा के विचारों को, भाजपा के विकास रथ की जानकारी एक एक व्यक्ति को देंगे। प्रधानमंत्री के विजन को हम जनता के बीच में लेके जाएंगे और निश्चित रूप से अब वो समय आ गया है कि इन एलडीएफ और यूडीएफ की उल्टी गिनती शुरू हो जाए। तो आपके माध्यम से इस केरल के चुनाव में मैं अपने बूथ अध्यक्ष और सभी कार्यकर्ताओं से आग्रह करता हूं कि आइए इस केरल में भाजपा के संकल्प को आगे बढ़ाइए, नरेंद्र मोदी के नेतृत्व में एक ऐसी सरकार बनाइए जो अंतिम व्यक्ति
पायदान पर बैठा हुआ व्यक्ति को भी विकास की योजनाओं से जोड़ेगा, जो केरल को उत्तम प्रदेश बनाएगा, केरल के टूरिज्म को, केरल के विज्ञान को, केरल के शिक्षा को एक अन्य बड़े स्तर पर लेकर हमें जाना है। तो आइए मित्रों, हम सब मिलकर संकल्प करें, भारत माता की जय के आह्वान के साथ, वंदे मातरम के आह्वान के साथ, कि हम केरल में कमल खिलाएंगे। भारत माता की जय। भारत माता की वंदे मातरम। वंदे। जय श्री राम, जय श्री राम। സുഹൃത്തുക്കളെ, നമുക്ക് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി ഗ്രാമാന്തരങ്ങളിലേക്ക് പോകണം. നമ്മളുടെ ബൂത്ത് പ്രവർത്തനം ശക്തിപ്പെടുത്തണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന പദ്ധതികൾ ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കാനുള്ള ബാധ്യത, ചുമതല നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. വികസനത്തെ പറ്റിയുള്ള പ്രധാനമന്ത്രിയുടെ സങ്കല്പം ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിലെ ഇടത് വലത് മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള കാര്യകർത്താക്കന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അവസാന വരിയിൽ നിൽക്കുന്ന, അവസാന ആളിലേക്ക് എത്തിക്കുന്ന വികസനത്തിലൂടെ കേരളത്തെയും നമുക്കൊരു വികസിത രാജ്യമാക്കി മാറ്റാം. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബ്രഹ്മരാജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.